പുലരി മഞ്ഞിൽ മുങ്ങി നിൽക്കും സ്നേഹതാഴ്വാരം, ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ സ്നേഹത്തോടെ നമുക്ക് സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമായ സ്നേഹത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഗ്രന്ഥം ഉരുത്തിരിഞ്ഞു വന്ന വഴികളിലേക്ക് നാം എത്തി നോക്കുകയാണ്. ആദ്യമായി ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ആദ്യം നാം പരിചയപ്പെടുന്നത് റവറൻഡ് ഡോക്ടർ ഡെന്നി താണിക്കൽ. അച്ഛൻ ഇപ്പോൾ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടറും ഈ പ്രോഗ്രാമിൻ്റെ അണിയറ ശില്പികളിൽ പ്രധാനിയുമാണ്. ഡെന്നി അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ടോണി ജോസഫിനെയാണ്. മുൻപ് പല എപ്പിസോഡുകളിലും നമ്മോടൊപ്പമുണ്ട് ഡോക്ടർ ടോണി തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശ്ശൂർ അതിരൂപതയിലെ സമർപ്പിത സമൂഹമായ ലോഫിൻ്റെ പ്രസിഡന്റുമാണ്. ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് നമുക്കേറെ സുപരിചിതനായ ഈ ചർച്ചകളിലെ പ്രധാനിയായ കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. ഡോക്ടർ കെ എം ഫ്രാൻസിസ് സെൻറ്റ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും അതിരൂപതയിലെ പ്രസിദ്ധനായ വചനപ്രഘോഷകനുമായ കെ എം ഫ്രാൻസിസ് സാറിനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാലാകാലങ്ങളായി കുടുംബം നേരിടുന്ന, വിവാഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സഭയിൽ എന്നും ചർച്ചകൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ കുടുംബവും വിവാഹവും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ മാർപ്പാപ്പമാർ രചിച്ച പ്രധാന പ്രബോധനങ്ങളെ ഒന്ന് പരിചയപ്പെടുകയാണ് നമ്മൾ ഈ അവസരത്തിൽ. ഇന്ന് നാം പരിചയപ്പെടുന്നത് 930-ൽ 11-ാം പിയൂസ് മാർപ്പാപ്പ രചിച്ച വളരെ ശ്രദ്ധേയമായ ഒരു പ്രബോധനമാണ് കാസ്തി കൊണൂബി, ദാമ്പത്യ വിശുദ്ധി. ഈ ചാക്രിക ലേഖനത്തെക്കുറിച്ച്, ഈ പ്രബോധനത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഈ ചർച്ചയിൽ പരിചയപ്പെടുന്നു. ഒരിക്കൽ കൂടെ ഏവരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1930-കളിൽ ഇങ്ങനെ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ ഇങ്ങനൊരു പ്രബോധനം രചിക്കപ്പെടാനുണ്ടായ പശ്ചാത്തലം എന്തായിരുന്നു? പക്ഷേ യഥാർത്ഥത്തിൽ കുടുംബം വേണമോ വേണ്ടയോ എന്നത് ലോകത്തിൻ്റെ ആരംഭം മുതലുള്ള ചർച്ചയാണ്. കാരണം കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഭാര്യയോടും മക്കളോടും വിശ്വസ്തത പുലർത്തണം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട്. ഈ ചർച്ചയിൽ എന്നും യേശു ക്രിസ്തുവിൻ്റെ കാലം തൊട്ട് യേശു തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിവാഹമോചനം അനുവദനീയമല്ല, നിങ്ങൾ ഭാര്യയോടുള്ള വിശ്വസ്തത അതിപ്രാധാന്യമാണ് എന്ന് യേശു പറയുന്നു. ഈ സഭ എന്നും ഇത് പ്രഘോഷിക്കുമ്പോൾ അതിനെതിരെ പറയാനും പ്രവർത്തിക്കാനും അപ്പുറത്ത് ഒരു വിഭാഗം ആളുകളുണ്ട്. അത് ത്വാത്വിക രൂപം കൈവരുന്നത് 16, 17, 18 നൂറ്റാണ്ടുകളിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ നടക്കുന്ന വിവാഹ ബന്ധത്തിന് പുറത്ത് ഒരു പുരുഷന് എന്തുകൊണ്ട് ഇഷ്ടമുള്ള സ്ത്രീയുടെ കൂടെ പോയിക്കൂടാ, സ്ത്രീക്ക് എന്തുകൊണ്ട് പുരുഷൻ്റെ കൂടെ പൊക്കൂടാ എന്ന് അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിനെ വളരെ ത്വാത്വികമായിട്ട് വിശദീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് ആരംഭിച്ചത് 16, 17 നൂറ്റാണ്ടിലാണ്. ഇപ്പോഴല്ല, ഇപ്പോഴുള്ള ഈ ചിന്താഗതി അന്നും ഉണ്ടായിരുന്നു. അന്നുണ്ട്. അതൊരു തുടർച്ചയാണ്. അതിനൊരു വലിയ വിപ്ലവകാത്മകമായ മാറ്റമാണ് റൂസോയുടെ വിശുദ്ധനായ കാട്ടാളൻ എന്ന് പറയുന്ന ഒരു പ്രമേയത്തിലൂടെ വന്നത്. അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്:
മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപൊക്കെ മൃഗങ്ങളെ പോലെ ഒരു മൃഗങ്ങളിലെ ഒരു ആൺവർഗം പെണ്ണിൻ്റെ കൂടെ പോണു, വേറെ പെണ്ണിൻ്റെ കൂടെ പോണു, അങ്ങനെ മാറി മാറി പോകുന്നതായിരുന്നു ആദിയിൽ ദൈവം സൃഷ്ടിച്ചത്. പിന്നീടാണ് മനുഷ്യൻ കുടുംബമൊക്കെ ഉണ്ടായത്. അന്ന് മുതലാണ് സമൂഹത്തിന് നാശം വന്നത് എന്ന പ്രമേയം അദ്ദേഹം അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് നിങ്ങളൊരു പൂർണ്ണ പ്രമേയമായിട്ട് അംഗീകരിക്കരുതെന്ന്. പക്ഷെ എങ്കിലും സമൂഹത്തിലെ ഒരു വിഭാഗം അതിനെ താത്വികമായിട്ട് സ്വീകരിക്കുകയും മാത്രമല്ല കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയെ ഇല്ലാതാക്കുന്ന വിധത്തിൽ അനേകം ലേഖനങ്ങൾ അത് ഒരു 20-ാം നൂറ്റാണ്ടായപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിലായി. പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലുള്ളവരൊക്കെ വാദിച്ചിരുന്നത് മുലകുടി മാറിയാൽ കുഞ്ഞിനെ പിന്നെ നോക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ചിലർ വിചാരിക്കും മാർപ്പാപ്പന്മാർ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടീനെ പഠിപ്പിക്കാനുള്ള അവകാശം അപ്പനും അമ്മയ്ക്കാണ്, കുട്ടീനെ പഠിപ്പിക്കാനുള്ള അവകാശം അപ്പനും അമ്മയ്ക്കാണ്. ഇതെന്തിനാ മാർപ്പാപ്പ ഇത് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ അപ്പനമ്മയല്ലേ. പക്ഷെ അപ്പുറത്ത് ഇങ്ങനെ ഒരു വാദം നിലനിൽക്കുന്നുണ്ട്, അത് മനുഷ്യന്മാർക്ക് അറിയില്ല. ആ വാദം നിലനിൽക്കുകയും അതിനനുകൂലമായി നിയമമുണ്ടാക്കുകയും എക്സ്ട്രാ മാരിറ്റൽ സെക്സ് എന്ന് വെച്ചാൽ വിവാഹത്തിന് പുറത്തുള്ള ലൈംഗികത സമൂഹത്തിലെ ഒരു രോഗമായി പടരാനും തുടങ്ങി. ഒരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അതായത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ റൂസോ ഒരു കഥ പോലെ എഴുതിയത് യാഥാർത്ഥ്യമാക്കി അവതരിപ്പിക്കാനായിട്ട് തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ നിയമനിർമ്മാതാക്കൾ, സാംസ്കാരിക നായകന്മാർ എല്ലാവരും ഇതിനെ അനുകൂലിച്ച് വന്നപ്പോൾ സഭയ്ക്ക് കർത്താവിൻ്റെ സ്വരം വീണ്ടും പറയാതെ നിവൃത്തിയില്ലാതെ വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തെറ്റു പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ ശരി പറയാനുണ്ടാകണ്ടേ. അങ്ങനെയാണ് ഈ ഒരു ചാക്രിക ലേഖനത്തിൽ കുടുംബജീവിതത്തിലെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹത്തിന് പുറത്തെ ലൈംഗികതയെക്കുറിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിന്ന വീടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഇതാണ് അതിൽ എഴുതിയിട്ടുള്ള പ്രമേയം. ഇതുപോലെ തന്നെ ആണ് ഈ മാഷ് പറഞ്ഞ അതേ ആശയം ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അല്ലെങ്കിൽ വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങൾ പെരുകാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്തു വന്നൊരു കാര്യമാണ് വിവാഹം അല്ലെങ്കിൽ ലൈംഗിക ബന്ധം സുഖാസ്വാദനത്തിനുള്ളതാണെന്നും ഒപ്പം തന്നെ കുഞ്ഞുങ്ങളെ മാറ്റിവെക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു ശല്യമാണെന്നും അത് ഈ സുഖാസ്വാദനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു ആശയം കൂടി അതിൻ്റെ ഒപ്പം ഡെവലപ്പ് ചെയ്തു വന്നു. അതെ. അപ്പോൾ ഒരു പ്രശ്നം വരും. ഞാൻ ഭാര്യയെ വിവാഹം കഴിച്ചിട്ടുള്ളത് സുഖാസ്വാദനത്തിന് അന്ന് വന്നാൽ ഭാര്യയിൽ നിന്ന് എനിക്ക് ആ സുഖം കിട്ടുന്നില്ലെങ്കിൽ, അതിൽ കുറവുണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിലേക്ക് പോകാം എന്ന് ചില കലാകാരന്മാരുടെ നോവലുകൾ ഭയങ്കരമായിട്ട് പ്രചരിച്ചു ആ സമയത്ത്. ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല എന്ന് മാത്രം. കാരണം ആ പുസ്തകങ്ങളൊക്കെ സെക്സിൻ്റെ അതിപ്രസരമുള്ള പുസ്തകങ്ങളാണ്. അത് ഇന്ത്യൻ ഗവൺമെൻറ് വരെ നിരോധിച്ച പുസ്തകങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ കോൺട്രാസെപ്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി വന്നു, ഗർഭനിരോധനം കൂടി വന്നു ആ കാലഘട്ടത്തിൽ. അപ്പം രണ്ടാമതായിട്ട് മാർപ്പാപ്പ ഇതിൽ എനിക്ക് കാസ്തിക്കൊണ്ടുബി അല്ലെങ്കിൽ ഈ വിശുദ്ധ വിവാഹം എന്ന ഈ ലേഖനത്തിൽ പറയുന്നത് ഈ കോൺട്രാസെപ്ഷനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങൾ ദാമ്പത്യ ബന്ധത്തിൻ്റെ പരിണതഫലം, സ്വാഭാവിക പരിണതഫലമാണ് എന്ന് ആണ് മാർപ്പാപ്പ രണ്ടാമതായിട്ട് സൂചിപ്പിക്കുന്നത്. പ്രധാനമായ ഇതിൻ്റെ ഉള്ളടക്കം ഒന്ന് സംക്ഷിപ്തമായിട്ട് ഒന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നമുക്ക്. മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന ഒന്നാമതായിട്ട് മാർപ്പാപ്പ അതിൽ പറഞ്ഞു വെക്കുക, വിവാഹം എന്നത് ഇപ്പം മാഷ് പറഞ്ഞ പോലെ വിവാഹം എന്നത് മനുഷ്യ സൃഷ്ടിയായ ഒരു അവസ്ഥയാണ് എന്നായിരുന്നു അന്നത്തെ ഒരു ചിന്താഗതി. മനുഷ്യ സൃഷ്ടി എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനും മൃഗങ്ങൾ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നിച്ചു ചേർന്ന വിവാഹമായി. അപ്പോൾ മനുഷ്യരാണ് വിവാഹം നടത്തുന്നത് എന്നൊരു ചിന്തയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ മാർപ്പാപ്പ ഇതിൽ ഒന്നാമതായിട്ട് നൽകുന്ന ആശയം ഇത് മനുഷ്യ സൃഷ്ടിയെ മാത്രമല്ല, ദൈവത്താൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്, ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞ സാക്രമെന്റൽ ഗ്രേസ്, ഈ കൗദാശിക വരപ്രസാദം ഉണ്ടായാലേ ഈ വിവാഹ ജീവിതം സുന്ദരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം അതാ. അല്ലെങ്കിൽ നമ്മൾ മൃഗാവസ്ഥയിലേക്ക്
തരം താഴാൻ സാധ്യതയുള്ളത്. ആ ഒരു പശ്ചാത്തല പിതാവ് ഈ കാസ്തി കൊണ്ടുപോയിലും സ്നേഹത്തിൻ്റെ സന്തോഷത്തിലും പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, കുദാശ വരപ്രസാദം സാക്രമെന്റൽ ഗ്രേസ് വളരെ അത്യന്താപേക്ഷിതമാണ്. വിവാഹത്തിൻ്റെ ഈ അവിഭാജ്യതയെ, ഈ അഭേദ്യതയെ നിലനിർത്തുന്നത് ഈ ഒരു സാക്രമെന്റൽ ഗ്രേസ് ആണെന്ന് അപ്പ ഇതിലും നമ്മുടെ സ്നേഹത്തിന്റെ സന്തോഷത്തിലും നമ്മൾ മുൻപ് ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. മൊത്തം കുടുംബത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു എസൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണെന്ന് കരുതി, ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് 32 കൊല്ലം ജീവിച്ചു. ഈ 32-33 കൊല്ലം ജീവിച്ചത് എൻ്റെ മാത്രം ഇച്ഛാശക്തിയിലാണെന്നും ഇനി വേറൊരു പ്രലോഭനം ഉണ്ടായാലൊന്നും എനിക്ക് പുല്ല് വിലയാണെന്നും അതെൻ്റെ കഴിവ് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് പ്രശ്നം. ഇവിടെ ചർച്ചിന് പറയാനുള്ളത്, നിൻ്റെ കഴിവിനപ്പുറത്ത് ചില സാഹചര്യങ്ങൾ വന്നാൽ നീ വീഴാതിരിക്കണമെങ്കിൽ, നിനക്ക് ദൈവിക കൃപയില്ല എങ്കിൽ നീ നശിച്ചു പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണിത്. കാരണം മദ്യപിക്കുന്ന ആൾക്കാർ എനിക്ക് മദ്യപിക്കാതിരിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ്. അതന്നെ മാഷ് ഉദ്ദേശിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരാം അല്ലേ, മനുഷ്യർക്ക് വരാം. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് തരുന്നത് അച്ഛൻ പറഞ്ഞ പോലെ വിവാഹത്തിന്റെ ഗ്രേസ് ആണ് അല്ലേ. അതുകൊണ്ടാണ് എന്തിനാണ് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ സ്രോതസ് തന്നെ എന്താ, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, എനിക്ക് എങ്ങനെ അത് കഴിയേ? ദൈവം എന്നോട് ക്ഷമിച്ചു എന്നുള്ള അനുഭവത്തിലാണ് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്നെ ദൈവം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് സഹിക്കാൻ കഴിയുന്നത്. എനിക്ക് കാത്തിരിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ ആര് നമ്മെ സഹായിക്കും? സങ്കീർത്തകൻ ചോദിച്ച പോലെ എനിക്ക് സഹായം ആരിൽ നിന്ന് വരും? പർവ്വതങ്ങളിലേക്ക് ഞാൻ ഉറ്റുനോക്കി, എനിക്ക് സഹായം ഉന്നതങ്ങളിൽ നിന്ന് വരും. അതിനെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ പരിശുദ്ധ പിതാവ് ഈ ലേഖനങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് കാലാകാലങ്ങളിലായിട്ട് ഈ വിവാഹവും കുടുംബവും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിലും എനിക്കൊന്ന് അച്ഛന് അതിനെക്കുറിച്ച് പറയാൻ കാണാം. അച്ഛൻ പല ഇടവകളിലും സീറോ ഡിവോഴ്സ് പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതിനെക്കുറിച്ചൊന്ന് അച്ഛനൊന്ന് പറയാമോ? ഇന്ന് സഭയുടെ ഭാഗത്ത് ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയിൽ കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ് അച്ഛൻ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് അതിലിടപെടുന്നത്? ഇന്ന് ധാരാളം വെല്ലുവിളികൾ നമ്മുടെ ചുറ്റും ഈ വിവാഹത്തെ തകർക്കുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ വന്ന് തകർന്നു പോകുന്നത് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. എങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ രോഗിലേപനം കൊടുക്കാൻ പോയപ്പോൾ ഒരു 80 വയസ്സ് പ്രായമുള്ളൊരു കാർന്നവരാണ്. അദ്ദേഹം രോഗിലേപനം കൊടുത്തതിന് ശേഷം അദ്ദേഹം ഓർമ്മയുള്ള മനുഷ്യനാണ്. ആൾ എന്നോട് കൈ കയറി പിടിച്ച് പറഞ്ഞു, എനിക്ക് സ്വർഗരാജ്യം കിട്ടുമോ വെച്ചാൽ. ആൾ വലിയൊരു ആകുലതയായിരുന്നു. കാരണം ആൾ പറയുന്നത്, ഞാൻ ഇടവകയിലോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വലിയ പറയത്തക്ക ജീവകാരുണ്യ പ്രവർത്തനം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആൾ എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു, ഈ വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഒരിക്കൽ പോലും ഞാൻ ദാമ്പത്യ വിശുദ്ധിക്കെതിരായിട്ട് ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് മാത്രം മതി സ്വർഗരാജ്യം കരസ്ഥമാക്കാനായിട്ട്. 40-40 വർഷം വിവാഹം ജീവിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ദാമ്പത്യ വിശുദ്ധിക്കെതിരായിട്ട് ആൾ ഒരു പ്രവൃത്തിയും ചെയ്തില്ല എന്നത് തന്നെ ആളുടെ വലിയ സ്വർഗരാജ്യം കരസ്ഥമാക്കുന്നതിനുള്ള ഉറപ്പാണ്. അപ്പം അങ്ങനെയുള്ള കുറേ കുടുംബങ്ങൾ, കുറേ വ്യക്തികൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്, സഭയിലുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള പല തകരുന്ന കുടുംബങ്ങളും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഈ തകരുന്ന കുടുംബങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ ലോകത്തിൽ പല സ്വരങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേ വാ, ഇതിലേ വാ, ഇതിലേ വാ, ഇതിലേ വാ എന്നുള്ള അനേകം സ്വരങ്ങൾ. ആ സ്വരങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവസ്വരം വിവേചിച്ച് അറിയുന്നവരുണ്ട്, ആ സ്വരം വിവേചിച്ചറിയാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ ഈ അവരുടെ എണ്ണം, ദൈവസ്വരം ഈ ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് വിവേചിച്ചറിയാൻ പറ്റാത്തവർ ആണ് ഈ തകർന്നു പോയിക്കൊണ്ടിരിക്കണമെന്ന്. അപ്പം മാർപ്പാപ്പന്മാരെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് ഒരു കടമ എന്താണെന്ന് വെച്ചാൽ, അവിടെ 1000 ആളെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പം ഇവിടെ നമ്മൾ ഒരാളെങ്കിലും ഉച്ചത്തിൽ പറയാനില്ലെങ്കിൽ
ഈ വിശുദ്ധി തകർന്നു പോയാൽ മൊത്തം സമൂഹമാണ് തകർന്നു പോണത്. അതുകൊണ്ടാണ് കാലാകാലങ്ങളായി ചിലപ്പോഴെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഇത്തരം പുസ്തകങ്ങൾ അല്ലേ, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരും ചിലർ പഠിക്കുന്നവരും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാലാകാലങ്ങളായി മാർപ്പാപ്പമാരിലൂടെ നമുക്ക് ലഭിച്ച ഇത്തരം പ്രബോധനങ്ങൾ ഇന്നും അത് വലിയ അമൂല്യനിധിയെ കരുതുകയും അത് ഇന്നും പകർന്നു കൊടുക്കാനായിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ പുസ്തകത്തെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് പരീക്ഷണ വിവാഹം എന്ന് പറയുന്നത്. 1930 രണ്ടുപേര് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുമിച്ച് ജീവിക്കുക, അതിനുശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ തുടരുക, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവുക. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ലിവിങ് ടുഗദർ. അപ്പോൾ അന്ന് നിസ്സാരമായൊരു രോഗത്തെയാണ് ചൂണ്ടിക്കാണിച്ചു തന്നത്. ആ രോഗം വളർന്നു വലുതായി ഇന്ന് അതിൻ്റെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ചെന്ന് കാലഘട്ടമായി. അതിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ സ്കൂൾ വിട്ട് കുട്ടികൾ പോകുമ്പോൾ അവർക്ക് CD അല്ലെങ്കിൽ ഈ നമ്മുടെ മൊബൈലിൽ നീലച്ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവരെ പ്രലോഭിപ്പിക്കുന്നു. കാരണം ചിലർ അതിനെ എതിർക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടുകളായിട്ടുള്ള വിവാഹത്തിനെതിരായിട്ടുള്ള പ്രഖ്യാപനങ്ങളുടെ ക്ലൈമാക്സ് ആയിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് പത്രത്തിൽ വായിച്ചൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തത്, വനിതാ കമ്മീഷൻ ഇന്ന് ഈ പ്രശ്നത്തെക്കുറിച്ച്, ഈ ലൈംഗിക ദുരുപയോഗം ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ക്രമരഹിതമായ ലൈംഗിക ബന്ധങ്ങളും പ്രശ്നങ്ങളും പെരുകി വരുന്നു. ഇതേ കാര്യം 1930 മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്നതാണ് നമുക്ക് സഭയുടെ ആധികാരികതയെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. എന്തൊക്കെയാണോ ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അവരുടെ അന്വേഷണത്തിന് ശേഷം പറഞ്ഞത്, അതൊക്കെ 1930 മുതൽ കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന ഈ പുസ്തകങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല സാറേ, സ്വാതന്ത്ര്യം എന്ന വാക്കില്ലേ, അത് വളരെ തെറ്റായിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളത് ചെയ്യുക എന്നതാണ് സ്വാതന്ത്ര്യം. അങ്ങനെയാണ് സ്വാതന്ത്ര്യമെങ്കിൽ സാമൂഹിക ജീവിതം എന്ന് പറയുന്നതില്ല. നമ്മളൊരു അനിമൽ കിങ്ഡം. അവിടെ അവർക്ക് ഇഷ്ടപ്രകാരം ചെയ്യാം. അവർക്ക് യുദ്ധം ചെയ്തിട്ട് ജയിക്കുന്ന ആൾ പറയണത് അനുസരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ പറ്റും. സാമൂഹിക ജീവിതം സാധ്യമാകണമെങ്കിൽ ചില സാർവത്രിക നിയമങ്ങൾക്ക് നമ്മെ തന്നെ വിധേയമാക്കിയേ കഴിയൂ. ഈവൻ റോഡിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ പോലും കൂട്ടിയിടിക്കാണ്ട് ഓടിക്കണമെങ്കിൽ നിയമം അനുസരിച്ച് തീരൂ. അപ്പോൾ സ്വാഭാവിക നിയമം, ശരീരത്തിൻ്റെ പരിമിതികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നതിലാണ് സ്വാതന്ത്ര്യം അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. നമ്മുടെ സുറിയാനി ഭാഷയിൽ ഈ വിവാഹം എന്ന കുദാശക്ക് ഉപയോഗിക്കുമ്പോൾ ടെക്സ്റ്റിന് വിളിക്കുന്ന പേര് തക്സാദി സുവാഹ എന്നാണ്. തക്സ് എന്ന വാക്കിനടുത്ത് നമുക്കൊക്കെ അറിയാം അതൊരു ഓർഡർ, ക്രമം എന്നൊക്കെയാണ്. സുവാഹ എന്ന വാക്കിനടുത്ത് നുഖം. രണ്ടുപേര് വിവാഹത്തിന് അന്ന് നുഖം വെച്ച് വിടുകയാണ്, നുഖം വെച്ച കാളകളെ പോലെ നുഖം വെച്ച് വിടുകയാണ്. അത് പരിശുദ്ധപിതാവ് പറയുകയാണ്, ഈ നുഖം വെച്ച കാളകൾ കുറേ കഴിയുമ്പോൾ അവർ ക്ഷീണിക്കുമ്പോൾ കൂടുതൽ ഉത്തേജത്തോട് മുന്നോട്ട് പോകണമെങ്കിൽ വിവാഹത്തിൽ ലഭിച്ച ആ കൃപ അത് ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്താവ് അത് ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ദാമ്പത്യ വിശ്വസ്ത പുലർത്തി ഈ വിവാഹം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വളരെ കൃപ വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് ലഭിച്ച വിവാഹത്തിന് അന്ന് ലഭിക്കുന്ന സാക്രമെൻ്റൽ ഗ്രേസ് അത് ഭാര്യ ഭർത്താക്കന്മാർ അത് ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ പുറത്തുള്ള ഇങ്ങനെയുള്ളതിൽ നിന്ന് വീഴാതെ ദാമ്പത്യ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ കൃപ ഉജ്ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ മാർപ്പാപ്പ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു കാര്യം ഓരോ അധ്യായത്തിലും പറയുന്നുണ്ട്. യേശുവിൽ കേന്ദ്രീകൃതമായ ജീവിതം, കുടുംബ പ്രാർത്ഥന, യേശുധ്യാനം, കുടുംബത്തിൻ്റെ വിജയം, ഉത്ഥാന വെളിച്ചത്തിൽ ജീവിക്കുന്ന കുടുംബം. ഇതിങ്ങനെ കൊടുക്കാൻ കാരണം നമുക്ക് വിവാഹത്തിൽ റെഡിമെയ്ഡായിട്ട് കൃപ കിട്ടി. ഇനി അത് മരണം വരെ തുടരല്ല. ഇതൊരു ഡയലോഗാണ്. ഇപ്പോൾ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താ, അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എന്താ, അതിങ്ങനെ നിരന്തര പ്രക്രിയയിലൂടെ
വളരെയാണ്. അപ്പം ദൈവിക കൃപയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാലും ഒരിക്കൽ വിവാഹത്തിന് പോയി വിവാഹം കഴിഞ്ഞ് അതോടുകൂടി അവസാനിക്കുന്നില്ല എന്ന്. അതിനെ നിരന്തരമായി പ്രകാശിപ്പിക്കുന്ന കുടുംബ പ്രാർത്ഥന, നമ്മുടെ വ്യക്തമായ വിശുദ്ധ ബലിയർപ്പണം, കുമ്പസാരം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, കുമ്പസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യമില്ലാതായി പോവാണ്. അപ്പോൾ അത് കുറ്റബോധത്തിൽ നിന്നൊക്കെ വരുന്നതാകാം, എനിക്ക് കണക്ഷൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ വീട് നിലനിൽക്കണമെങ്കിൽ നിരന്തരമായ കുമ്പസാരം, ബലിയർപ്പണം, കുടുംബ പ്രാർത്ഥന ഇവയിലൂടെയാണ് നമ്മൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. കൃപയെ ഉജ്ജ്വലിപ്പിക്കുക, അതാണ് എൻ്റെ പ്രത്യേകത. വിവാഹവും കുടുംബജീവിതവും കാലാകാലങ്ങളായി വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെന്നും ആ സമയത്തൊക്കെ അതാത് സാഹചര്യങ്ങളിൽ മാർപ്പാപ്പമാരിലൂടെ തമ്പുരാൻ്റെ കൃത്യമായ വിവാഹത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നമുക്ക് അവരിലൂടെ പ്രബോധനങ്ങളിലൂടെ ലഭിച്ചിരുന്നു എന്നുമാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതേ, ഇപ്പോൾ സഭ ഒരു പ്രബോധനം പുറത്തിറക്കുമ്പോൾ അതിനൊരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാവും. ഒരു പ്രതിസന്ധി നേരിടുമ്പോഴായിരിക്കും സഭ അങ്ങനൊരു പ്രബോധനം പുറത്തിറക്കുക. ഈ 1930 ആ ഇമ്മീഡിയറ്റ് കോസ് നമ്മൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ക്രൈസ്തവ സഭ കോൺട്രാസെപ്ഷൻ ഞങ്ങളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിൽ ആവുന്നതിൽ തെറ്റില്ല എന്ന്, ചില സാഹചര്യങ്ങളിലെങ്കിലും ആവുന്നതിൽ തെറ്റില്ല എന്ന് പ്രഖ്യാപിച്ചത് ആദ്യമായിട്ട് ആംഗ്ലിക്കൻ ചർച്ചാണ്. അന്ന് ലാംബത്ത് കോൺഫറൻസിൽ 1930 തന്നെ കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ ഗർഭനിരോധനം ചില സാഹചര്യങ്ങളെങ്കിലും അനുവദനീയമാണ് എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു സഭ തന്നെ അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു കാര്യം, വിശുദ്ധ അഗസ്റ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് 3 പ്രധാന ബ്ലെസ്സിങ്സ്, വിവാഹത്തിൻ്റെ 3 പ്രധാന ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ് പറയാം. 2 നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തേത് കുഞ്ഞുങ്ങളാണ്, മക്കളാണ്. രണ്ടാമത്തേത് കോൺജുഗൽ ഫെയ്ത്ത് അല്ലെങ്കിൽ ദാമ്പത്യ വിശ്വസ്തയാണ്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. മൂന്നാമത്തേത് ഈ കൃപാവരമാണ്, നമ്മളെ വിവാഹത്തിൽ നിലനിർത്തുന്ന കൃപാവരം. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഏറെ പ്രധാനമാണെന്നും ഒന്നാം സ്ഥാനത്ത് മക്കളുടെ ജനനമാണെന്നും വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ദമ്പതികൾ അവരുടെ ദാമ്പത്യ ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്തോ അതിനു മുമ്പോ അതിനു ശേഷമോ ഈ ലൈംഗിക ബന്ധത്തിൻ്റെ സ്വാഭാവിക പരിണതഫലമായ കുഞ്ഞിൻ്റെ ജനനത്തെ തടയാൻ എന്തെങ്കിലും ചെയ്തിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർ ഗൗരവപൂർണമായ തിന്മ ചെയ്യുന്നു എന്നും കൃത്യമായിട്ട് വിവേചിച്ച് പരിശുദ്ധാത്മാവാൽ നിവേശിതനായി എന്ന് ഞാൻ പറയും പഠിപ്പിച്ചത് ഈ 1930 ഇറങ്ങിയ ഈ വിശുദ്ധ വിവാഹം അല്ലെങ്കിൽ ദാമ്പത്യ വിശുദ്ധി എന്ന് പറയുന്ന ഈ ചാക്രിക ലേഖനത്തിലൂടെ 11-ാം പിയൂസ് മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ വിവരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ 1930-കളിലെ വിശുദ്ധ വിവാഹം എന്ന് പറയുന്ന ഈ ലേഖനത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ശരിക്കും പറഞ്ഞാൽ കർത്താവ് തന്നെ വിവാഹത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ട് മോശ കൂടുതൽ വിവാഹം ചെയ്യാനും വിവാഹമോചനം ചെയ്യാനും അനുവദിച്ചു? അത് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ്, അല്ലാതെ അത് സത്യമായതുകൊണ്ടല്ല. അപ്പോൾ ആ ഹൃദയകാഠിന്യത്തിനെതിരെ മാർപ്പാപ്പ 1930 സംസാരിച്ചു. നിങ്ങൾ കോൺട്രസെപ്ഷൻ ഉപയോഗിക്കരുത്, പരീക്ഷണ വിവാഹം നടത്തരുത്, ക്രമരഹിത സാഹചര്യങ്ങളിലേക്ക് പോകരുത്, അഫയേഴ്സിലേക്ക് പോകരുത്. പക്ഷെ അത് വീണ്ടും വലുതായി ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ കൂടുതൽ ഹൃദയം കഠിനമാക്കുക ചെയ്യണം. ശ്രദ്ധിക്കണില്ല, പഠിക്കുന്നില്ല. അത് മാർപ്പാപ്പയ്ക്ക് അത് ഇതൊക്കെ പറയാം, ഇത് പ്രായോഗികമാണോ? അവസാനം എന്തുണ്ടായി? ഇന്നൊരു തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വിവാഹം തന്നെ വേണ്ടാന്ന്, ആ മടുപ്പ്. അതാണ് ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ മാർപ്പാപ്പ പറയണത്. വിവാഹം വേണ്ട, വിവാഹം അവസാനിപ്പിച്ചാൽ സമൂഹം വേണ്ട, രാഷ്ട്രം വേണ്ട എന്നുള്ള വലിയ ക്രൈസിസിലേക്ക് ഈ ലോകം നീങ്ങിപ്പോവും. അവിടെയാണ് നമ്മൾ വീണ്ടും ഈ ലേഖനങ്ങൾ പഠിക്കേണ്ടതിൻ്റെ, അത് ഗൗരവത്തിലെടുക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന പ്രധാന ആശയം, കാലാകാലങ്ങളായി കുടുംബം, വിവാഹം, അതിൻ്റെ പവിത്രതയ്ക്കെതിരായ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം
ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുകൾ മാർപ്പാപ്പമാരിലൂടെ പ്രബോധനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് വേണ്ട വിധം സ്വീകരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തിയോ എന്ന് ചിന്തിക്കാൻ ഈ ചർച്ചകൾ നമ്മെ സഹായിക്കട്ടെ. പാപ്പ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ രേഖ വായിക്കുമ്പോൾ കുടുംബജീവിതത്തെ സ്നേഹിക്കാനും പോഷിപ്പിക്കാനും തങ്ങൾ വിളിക്കപ്പെട്ടതായി എല്ലാവർക്കും തോന്നുമെന്നാണ് എൻ്റെ പ്രത്യാശ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ചർച്ചകളിൽ നമുക്ക് ഉരുത്തിരിഞ്ഞ് വന്നത് വിവാഹത്തിൻ്റെ ഈ അവിഭാജ്യത, ഈ വിവാഹത്തിൻ്റെ ഈ പവിത്രതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കാലാകാലങ്ങളായി പാപ്പാമാരോട് നൽകിയ ഈ പ്രബോധനത്തെ ഗൗരവത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വിവാഹവും കുടുംബവും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ വിവാഹത്തെയും കുടുംബത്തെയും വളർത്താനും പോഷിപ്പിക്കാനും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.